ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നല്ല തണുപ്പും കിട്ടുന്നായിരുന്നു രാവിലെ. അപ്പോൾ നേരെ വിടുന്നപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ മഞ്ഞുതുള്ളിലേക്ക് വേണ്ടി നമ്മുടെ ചെടികളൊക്കെ ഇത് മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ച് നിൽക്കുവാട്ടോ. നല്ല അടിപൊളിയായിട്ട് നേരെ വൈകുന്നേരമൊക്കെ അതൊരു 3 മണിക്ക് ശേഷമൊക്കെ നന്നായിട്ട് തണുപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല മഞ്ഞൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെടികൾ നോക്കുമ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മളിത് രാവിലെ തന്നെ തീയൊക്കെ തിരിപ്പിച്ചതാ നമ്മുടെ ചോറിനുള്ള വെള്ളമാട്ടോ വെച്ചിട്ടുള്ളത്. കാരണം വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി കഴുകി വെച്ചിരിക്കുവാണ്. ഇനി ഒട്ടും താമസിച്ചാൽ ശരിയാവില്ല. വെള്ളം നന്നായിട്ട് തിളച്ച് മറിയാൻ തുടങ്ങിയിട്ടുണ്ട്. 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ചൂടുവെള്ളത്തിൽ ഒന്ന് കഴുകും കേട്ടോ. മട്ടരി ആട്ടതുകൊണ്ട് നമുക്ക് ഈ ഒരു അരി ഇട്ടിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാട്ടോ ധൈര്യമായിട്ട്. കാരണം എന്ത് പോകാം അങ്ങനെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. കാരണം കുറേ ടൈം എടുക്കുമല്ലോ വേകാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇതാ നമ്മുടെ ഈ ഒരു അടുക്കളയിൽ നമ്മൾ കെട്ടിക്കൊണ്ടുള്ള ഉടീനെ പറ്റി കഴിഞ്ഞ ദിവസം കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ആയിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഒന്നല്ല കേട്ടോ, 3-4 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു കുറച്ചായി ചെയ്തിട്ട് ഒരു 2-3-4 വർഷത്തിൻ്റെ മേളിലായിട്ട് ഈ ഒരു ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇതിലാട്ടോ നമ്മളിപ്പോൾ ഉണക്കുന്നതിനൊക്കെ ഇട്ട് വയ്ക്കാറ്. കാരണം അതുപോലെ നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ പേടിച്ച് നമുക്കിങ്ങനെ പുറത്ത് എവിടെയും വെക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മളിവിടെ വെച്ച് കഴിഞ്ഞാൽ സേഫ് ആട്ടോ. പിന്നെ അടുപ്പിൽ എപ്പോഴും നല്ല തീക്കാനും തീയക്കുള്ളുണ്ട്. ആ ഒരു ചൂടിങ്ങനെ വെള്ളയ്ക്ക് പോവുകയും ചെയ്യും. ഇങ്ങോട്ടേക്ക് അവർക്ക് ഇറങ്ങാൻ ചെറിയൊരു പേടിയുള്ളത് തന്നെ അതവിടെ സേഫാണ്. അപ്പോൾ അതാണ് കുറച്ചുകൂടി ഉണ്ട് അരിയിലാണ് വെക്കുന്നത്. ഞാൻ ഫുള്ളൊന്നും എടുത്തേ. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പം എന്തായാലും തീയൊക്കെ നന്നായിട്ട് കത്തുന്ന അവസ്ഥയ്ക്ക് ചോറെന്തായാലും ഇവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. ഇടയ്ക്കൊന്ന് നോക്കണം. അതേപോലെ തന്നെ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ലെവലിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറേ കഴിഞ്ഞ് നോക്കിയാൽ മതി. തീ കത്തുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ പറ്റുന്നത്. തീ നന്നായിട്ട് കത്തട്ടെ. അതേപോലെ നമുക്ക് തോരൻ വയ്ക്കാൻ നമ്മുടെ ചുക്കുട്ടി ചീര അടപ്പുണ്ടെങ്കിൽ രാവിലെ തന്നെ നമ്മളത് പോയി പൊട്ടിച്ച് വന്നിട്ട്. അപ്പോൾ അതൊക്കെ പൊട്ടിക്കാൻ പോയപ്പോഴത്തേക്കും ദേഹമൊക്കെ ഫുള്ള് നനഞ്ഞിടും. കാരണം അത്രയും ഒരു മഞ്ഞുതുള്ളിയുടെ എഫക്റ്റ് നന്നായിട്ട് ചെടികളൊക്കെ നനഞ്ഞ് കിടക്കുന്നില്ല. ആ ഒരു എഫക്റ്റ് ഇട്ട് നമ്മുടെ ചീരയ്ക്കൊക്കെ നിറച്ചുണ്ടായിരുന്നത് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുകയാണ്. എല്ലാം വന്ന് ഒരു അരമണിക്കൂറോളം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലൊക്കെ ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ നന്നായിട്ട് കഴുകി എടുത്തു. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് നമുക്കങ്ങനെ സേഫായിട്ട് തന്നെ എടുക്കാം. എന്നാൽ കൂടി നമ്മളിങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ടൊന്ന് കഴുകിയിട്ട് നമ്മളൊരു സമാധാനത്തിന് ജസ്റ്റ് എന്നിട്ട് ഇതാ വെള്ളം വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ സംഭവത്തിൽ വെച്ചിരിക്കുക. നമ്മുടെ വലിയ ചായരിപ്പ കേട്ടോ. ചായരിപ്പയല്ല, കാരണം നമ്മൾ ചായ ഒന്നും അരിക്കാറില്ല കേട്ടോ. അങ്ങനെ വലിയൊരു അരിപ്പയാണ്. നമുക്ക് പൊടികളോ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഈ കോറാങ്ങത്തേക്ക് നമ്മൾ കഴുകിയിട്ട് വരാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും നമ്മൾ നന്നായിട്ട് തന്നെ വെള്ളം പോകാൻ വെച്ചിട്ട് എത്രത്തോളം വെള്ളം അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം ഇറങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് ഗുണമുണ്ടാകുന്ന പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കാണാത്ത കുട്ടികളാണ് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ കേട്ടോ. കാരണം നമുക്ക് എന്തായാലും നമ്മുടെ പറമ്പിലൂടെ ഒത്തിരി ഉണ്ട് നമ്മുടെ ഒരു ചുക്കുടി ചീര വെക്കുന്നത്. ഇന്നത്തെ നമ്മുടെ തോരൻ ചുക്കുടി ചീര വെച്ചിട്ടുള്ള തോരൻ നന്നാണ് അരിഞ്ഞെടുക്കാൻ. എന്നാലും ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. കാരണം ഇനി വെള്ളം വരാണ്ട് ഒന്നുകൂടി വന്നിട്ട്. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വെള്ളം ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീര അരിയാനും അതിന് പൊട്ടിച്ചെടുക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അതൊന്നും അത്രയും സോഫ്റ്റ് ആണ്. അതുപോലെ തന്നെ ചെറിയ കായ്കളും അതുപോലെ കുറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ട് ഇടയിൽ കൂടെ ഇതൊക്കെ നമുക്ക് തോരൻ വയ്ക്കുമ്പോൾ ഇനി എക്സ്ട്രാ എടുത്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് നേരിട്ട് തന്നെ അരിഞ്ഞ് സേഫായിട്ട് തോരൻ വയ്ക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ നോക്കി നല്ല വലിപ്പമുള്ള ഇലകൾ കൂടി ഇട്ടോ. ഒത്തിരി ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നാശാനെ കൈയോടെ പൊക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒരു 5 മിനിറ്റ് ആയിട്ട് അരിഞ്ഞ് തോരൻ വയ്ക്കാൻ. അതുപോലെ നമ്മുടെ ആളുകൂടി രാവിലെ തന്നെ നീച്ചിട്ട് ആളവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്ത് പോയപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതായത് കുറച്ച് സംഭവങ്ങൾ ഞാൻ നമുക്കൊന്ന് കാണിച്ചു തരാം. കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ബോട്ടിലുകളാണ്. അപ്പോൾ 2 എണ്ണം നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഗ്ലാസിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് പുളി, അതേപോലെ നമുക്കിപ്പോൾ ഉപ്പിലിട്ട മാങ്ങ, അതുപോലെ തന്നെ നെല്ലിക്ക അച്ചാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതാക്കിയാണല്ലോ നമുക്ക് കുറച്ചുകൂടി സേഫ്. പ്ലാസ്റ്റിക്കിനെക്കാളും കുറച്ചുകൂടി സേഫ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇതേപോലത്തെ നമ്മുടെ ഗ്ലാസിൻ്റെ ബോട്ടിലുകളാണ്. അപ്പോൾ അതാകുമ്പോൾ സേഫായിട്ട് കുറേ നാൾ കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും. നമുക്കായാലും ഹെൽത്തിന് കുറച്ചുകൂടി അടിപൊളി ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിലൊക്കെയാണ്. പിന്നെ ഗ്ലാസിൻ്റെ ഓൾറെഡി 2 എണ്ണം ഉണ്ടെന്നാൽ നമുക്ക് കുറവായിരുന്നല്ലോ. 2 എണ്ണം ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്കിനി 2 എണ്ണം കൂടി വാങ്ങിക്കാനുണ്ട്. എന്നാലും നമ്മളെന്തായാലും 2 എണ്ണമാണ് ഇപ്പോൾ നിലവിൽ വാങ്ങിയിട്ടുള്ളത്. എന്നാലും നല്ല സൈസ് ഉള്ള കേട്ടോ. ഇത് ഒരു 5 ലിറ്ററിൻ്റെ കേട്ടോ ഈ ഒരു ബോട്ടിൽ വരുന്നത്. പിന്നെ ഒരെണ്ണം കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നമ്മളിപ്പോൾ മാങ്ങയൊക്കെ ഇപ്പോൾ വെട്ടുമാങ്ങ നമുക്ക് അച്ചാറിടാനായാലും അല്ലാതെ തന്നെ നമുക്കിപ്പോൾ നോർമലി ഇപ്പോൾ അച്ചാറിട്ട് വയ്ക്കാനും പിന്നെ ഉപ്പും മാങ്ങയൊക്കെ ആയിട്ടിട്ട് വയ്ക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ളൂ. കാരണം 5 ലിറ്റർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ആയാലും പണിക്കൊക്കെ എപ്പോഴും ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാകുമ്പോൾ നമുക്ക് അച്ചാറൊക്കെ മുഖ്യമാണ് ഇവിടെ. പിന്നെ ഇത് അടുത്തതെന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ നിന്ന് നോക്കി സെറ്റാക്കിയിട്ട് ആണ് വാങ്ങിയിട്ടുള്ളത്. രണ്ടിൻ്റെ അടപ്പ് ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിൻ്റെ അടപ്പിൻ്റെ ടെക്സ്ചർ കുറച്ചുകൂടി ഒരു ഡിഫറെൻ്റ് ആണ്.
അപ്പോൾ ഈ ഒരു ബോട്ടിൽ വന്നിട്ട് 3 ലിറ്ററിൻ്റെ ആട്ടോ. അതേപോലെ ഞാൻ ആദ്യം കാണിച്ചത് 5 ലിറ്ററിൻ്റെ. അപ്പോൾ രണ്ടും 2 ടൈപ്പിലാട്ടോ നമ്മൾ വാങ്ങിയിട്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നല്ല അടിപൊളിയാട്ടോ. നന്നായിട്ട് കട്ടിയുള്ള നല്ല ഗ്ലാസ് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം റേറ്റ് ഉണ്ടായിരുന്നു. പൊതുവേ നമ്മുടെ ഈ ഗ്ലാസ് ബോട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിൽ പോലല്ലോ, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടാകും. പിന്നെ സേഫാണ്. നമുക്ക് എന്തിട്ട് വെച്ചാലും നമുക്ക് അങ്ങനെ വിഷമായിട്ട് മാറി അങ്ങനെയൊന്നുമില്ല. നമുക്ക് സേഫായിട്ട് കഴിക്കുകയും ചെയ്യാൻ. അതുപോലെ തന്നെ ഒരുപാട് നാൾ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോക്കി വാങ്ങിയിട്ടുള്ളത് നമ്മുടെ 5 ലിറ്ററിൻ്റെ. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഒരു വെറൈറ്റി സംഭവങ്ങൾ വാങ്ങിയിട്ട് കൈസ്. അത് തന്നെ കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. കാരണം അത് പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വഴിയെ കാണിക്കാം. നല്ല ബോട്ടിലാണ്. എന്നാലും ഇതിലൊക്കെ നമ്മളിനി ഓരോ അച്ചാറും കാര്യങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്നതൊക്കെ ഏതായാലും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇരിക്കില്ല. കാരണം നമുക്ക് ഒരുപാട് പരിപാടികൾ ചെയ്യാണ്ട്. അപ്പോൾ എന്തായാലും വാങ്ങിച്ചപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടുകാർക്കൊന്ന് ജസ്റ്റ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി കഴിവതും നമ്മൾ ഇതേപോലത്തെ ഗ്ലാസ് ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ആയാലും ഏറ്റവും ബെനിഫിറ്റ് കിട്ടും. അതേപോലെ തന്നെ ഇതുപോലത്തെ ഗ്ലാസ് ബോട്ടിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അടപ്പ് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് വേണ്ട വാങ്ങിക്കാൻ വേണ്ടത്. എയർ ടൈറ്റുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് വയ്ക്കുന്ന സംഭവം കുറേ നാൾ കേടാവാതൊക്കെ ഇരിക്കുകയുള്ളൂ. എന്തായാലും അതൊക്കെ കാണിച്ച് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചീരത്തെ വെള്ളം നന്നായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അതായത് വെള്ളം പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞെടുക്കാം ചീര. അതേപോലെ നമ്മുടെ കറിയൊക്കെ നമ്മൾ വെച്ചിട്ട് നമുക്കിത് വെള്ളക്കടലയാണ് നമ്മൾ കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അതിൽ നമുക്ക് എന്തായാലും അങ്ങനെ പണിക്കാരില്ലാത്തൊരു ദിവസം കേട്ടോ. അങ്ങനെ പണിക്കൊന്നും ആളില്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ വേണ്ടിയിട്ട് ചെയ്യും. ഇത്ര ടൈമിലുള്ള എല്ലാം സെറ്റാക്കണം അങ്ങനെയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ധൃതി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ ഡയാനക്കുള്ള ഫുഡാണ് കൊടുത്തിട്ടില്ല. അപ്പോൾ ചോറെല്ലാം എടുത്ത് കറിയിലൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് മീനാട്ടോ കറി. ചില ടൈമിൽ നമ്മൾ മുട്ട കൊടുക്കും. ചിലപ്പോൾ മീനല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ്റെ പാർട്സ് കോഴിക്കാലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാട്ടോ വാങ്ങിയിട്ട് കൊടുക്കാറുള്ളത്. എന്നാൽ ഞാൻ കുറച്ച് എടുക്കാട്ടോ. നമുക്ക് ഒരു ചീര അരിയാൻ നല്ല അത്രയും സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല രസമാണ് ചീര അരിയാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈപ്പ് നമ്മളിങ്ങനെ കത്തി വെക്കുമ്പോഴത്തേക്കും നമ്മൾ അത്രയും ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞു പോകും. നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും കുറച്ച് എടുത്തിട്ടുണ്ടല്ലോ ഞാനിപ്പോൾ. നമുക്ക് എന്തായാലും ഫുള്ളൊന്ന് അരിഞ്ഞെടുക്കട്ടെ ഇനി. പിന്നെ നമ്മുടെ ചീര അതേപോലെ നമ്മുടെ മത്തൻ്റെ എല്ലാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എത്രത്തോളം നുള്ളുന്നോ അതിനനുസരിച്ച് നന്നായിട്ട് തന്നെ പൊട്ടിക്കിളിർത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ക്ലിന്തായിട്ട് നമുക്ക് വീണ്ടും നുള്ളിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ എപ്പോൾ തന്നെ ആയാലും നമ്മുടെ ഈ ഒരു ചുക്കുട്ടി ചീരയൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നുള്ളിയെടുക്കാറുണ്ട്. ഇപ്പോൾ വീണ്ടും നല്ല ക്ലിന്ത ഇലകളാട്ടോ. അതായത് നല്ല ഒട്ടും മൂക്കാത്ത ഇലകളാകുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. അതുപോലെ തന്നെ നുള്ളിയെടുക്കാനായാലും അതേപോലെ തന്നെ അരിഞ്ഞെടുക്കാനായാലും ഒക്കെ അടിപൊളിയായിട്ടും. എന്തായാലും നമ്മളിതാ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവോള അതേപോലെ തന്നെ കാന്താരി ഇട്ടിട്ടൊന്ന് കുറച്ച് എന്തായാലും കാന്താരിയും കൂടി എടുത്തതിന് ശേഷം നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലിട്ട് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ തോരൻ അടിപൊളി റെഡി ആയിട്ടോ. കടുക് പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ 2-3 ആവി കയറുമ്പോഴത്തേനും പിന്നെ നമ്മുടെ ഈ ഒരു ചീരയൊക്കെ സെറ്റ് ആവുമല്ലോ. പിന്നെ നമ്മളിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ. അത് നമ്മുടെ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡാണ്. ഇത് നമ്മൾ വാങ്ങിയിട്ടുള്ള ഈ അടുത്ത് തന്നെയാണ്. ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കൊക്കെ ആയിട്ടുള്ളൂ നമ്മൾ ഈ ഒരു കട്ടിംഗ് ബോർഡ് ആയാലും വാങ്ങിയിട്ട്. അപ്പോൾ ഇതിൽ വെച്ച് അരിയാനും നല്ല അടിപൊളിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ പകുതി അരിഞ്ഞിട്ട് നമ്മൾ പകുതിയും കൂടി ഇട്ടിട്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് കുഞ്ഞുകുഞ്ഞാന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ നമുക്കായാലും വലിയ പരിചരണമൊന്നും ഇല്ലാതെ ചെറിയൊരു മെയിൻ്റനൻസിൽ തന്നെ നമുക്ക് നന്നായിട്ട് ചീരയൊക്കെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ചീരയുടെ വിത്ത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ട്രിപ്പ് നന്നായിട്ടൊന്ന് പാകി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് അടുത്ത പ്രാവശ്യം അതിൽ പറിക്കാറുണ്ട് കേട്ടോ. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ നന്നായിട്ട് മൂത്ത വിത്തുകളൊക്കെ വീണിട്ട് ഓട്ടോമാറ്റിക് അവിടെ തന്നെ ഇത് പൊട്ടിക്കൊടുത്ത് നന്നായിട്ട് ഒരു നനയും കൂടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ചീര അവിടെ തന്നെ പൊടിച്ചെടുക്കാനുണ്ട്. അവിടെ എന്താ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ എല്ലാ ചുക്കുട്ടി ചീരയും ഇതാ നന്നായിട്ട് തന്നെ അരിഞ്ഞ് കുഞ്ഞിനാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് സവോളയും അതുപോലെ തന്നെ നമ്മുടെ കാന്താരിയൊക്കെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ എന്നാലും അതുകൊണ്ട് ഒന്ന് അരിഞ്ഞെടുത്ത് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് തോരൻ വയ്ക്കാം. എല്ലാം നമ്മളിതേപോലെ അരിഞ്ഞ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വെക്കുന്ന ഒരു ടൈമിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ എന്നാലും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാം നമ്മുടെ തോരനൊക്കെ. കാരണം അതിന് മുന്നായിട്ട് നമുക്ക് രാവിലെ കഴിക്കാൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് കഴിക്കാനായിട്ട് ഇഡലിയാണ്. അപ്പോൾ ഇഡലിക്കുള്ള മാവൊക്കെ ഞാൻ നേരത്തെ അയച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഓൾറെഡി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് പറയാനില്ല. കാരണം നല്ല ചൂടായതുകൊണ്ട് നമുക്ക് സോഡാപ്പൊടി കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. പൊതുവേ നമ്മൾ സോഡാപ്പൊടി ചേർക്കാറില്ല. പിന്നെ നല്ല ചൂടും കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പൊന്തി വരാറുണ്ട് കേട്ടോ. പിന്നെ അടുപ്പിൻ്റെ സൈഡിലും കൂടി അങ്ങോട്ട് വെക്കാറ് നമ്മൾ വൈകുന്നേരം അരച്ചതിന് ശേഷം. പിന്നെ അടുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് എപ്പോഴും രാവിലെ വൈകുന്നേരമൊക്കെ തീ പിടിപ്പിച്ചിട്ട് ആ ഒരു ചൂട് കുറേ നേരത്തിലുണ്ടാവും കേട്ടോ. പിന്നെ അന്തരീക്ഷം നല്ല ചൂടാണല്ലോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടുള്ളതുകൊണ്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഈ ഇഡലി ഉണ്ടാക്കിയെടുക്കാം. ഞാനപ്പോൾ ഇഡലി ഉണ്ടാക്കുന്നതിന് മുന്നായിട്ട് എപ്പോഴും ആ ഒരു ഇഡലിയുടെ ആ ഒരു മാവ് ഒഴിക്കുന്ന തട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കുറച്ചൊന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അത് നമ്മുടെ ഓയിലുണ്ടല്ലോ, ഓയിലൊന്ന് എല്ലാ കുഴികളിലും കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ചൊന്ന് എല്ലാവിടെയും ഒന്ന് ഒരേ ലെവലാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു
ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് നമുക്ക് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റായിട്ട് നമുക്ക് നല്ല അടിപൊളി സോഫ്റ്റ് നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്പൂണൊക്കെ വെച്ചിട്ടൊക്കെ എടുക്കുന്ന ടൈമിൽ ചില സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു 2 തട്ട് ഫുള്ള് നമുക്ക് വേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നോട്ട് ഒരു തട്ട് തികയൂല ആ രീതിയിലാണ്. അതുകൊണ്ട് നമ്മൾ ഒരു തട്ട് ഫുള്ള് ഒഴിക്കും, മറ്റേ തട്ടിലൊരു 2 3 ഒക്കെ നമ്മൾ ഒഴിച്ചിട്ട് കേട്ടോ. ആ രീതിയിലാണ് എടുക്കാറുള്ളത്. എന്തായാലും ബാക്കിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ഒരുപാട് മാവ് അങ്ങനെ അരച്ച് സ്റ്റോർ ചെയ്യാറില്ല കേട്ടോ. അന്നന്നേക്കുള്ള മാവുകൾ അന്നന്നേക്ക് തന്നെ അരച്ച് വെക്കാറാണ്. ഇനി ബൈ ചാൻസ് ചിലപ്പോൾ അന്ന് രാവിലെ ആരെങ്കിലും കഴിക്കാത്തതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാവ് കുറച്ചധികം വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളതങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറാണ്. അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മാവ് ഏകദേശം കറക്റ്റാണെന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മറ്റേ തട്ടിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ. പിന്നെ നമ്മൾ ഈ ദോശയ്ക്കും അതേപോലെ തന്നെ ഇഡലിക്കൊക്കെ നമ്മൾ മാവ് അരച്ച് വെക്കുന്ന ടൈമിൽ കുറച്ച് നമ്മുടെ ഉലുവ ഉണ്ടല്ലോ, ഉലുവയും കൂടി ഒരു കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട, ഒരു സ്പൂണൊക്കെ മതി കേട്ടോ. അതൊരു ഇടുകയാണെങ്കിൽ അതിന് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അതുപോലെ നല്ലൊരു ബെനിഫിറ്റും കൂടി ആട്ടോ നമുക്ക് കഴിക്കുന്ന ടൈമിലായാലൊക്കെ. ഉലുവ എന്നൊക്കെ പറയുമ്പോൾ അറിയില്ല, ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് മുടിക്കായാലും അതുപോലെ തന്നെ നമുക്ക് മുഖത്തേക്കും സൗന്ദര്യത്തിനൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇട്ടാൽ മതി. അപ്പോൾ അത് നല്ലൊരു സോഫ്റ്റ്നെസ്സും കിട്ടും നമ്മൾ ആ ഒരു ബാറ്റർ ഉണ്ടാക്കുമ്പോൾ. നമുക്ക് ദോശ ചുടുമ്പോഴായാലും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇഡലിക്കൊക്കെ നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിരിക്കും. എടുക്കുക നമ്മുടെ മാവ് ഏകദേശം തീർന്നുകൊണ്ട് അപ്പോൾ അത് കറക്റ്റായിരുന്നേ. കറക്റ്റ് ചെയ്താൽ നമുക്ക് ആവണിക്കുട്ടിക്ക് ചെറിയ 2 ഇഡലി കൊടുക്കാൻ പാടില്ല. ആൾക്ക് നമ്മുടെ അത്രയും വലിയ സൈസ് ഇഡലിയൊന്നും വേണ്ടല്ലോ, ആൾക്ക് കുറച്ച് മതി കേട്ടോ. അപ്പോൾ എന്തായാലും ആൾക്ക് കൂടി കറക്റ്റായിട്ടുള്ളൊരു കുഞ്ഞ് ഇഡലി കൂടി 2 തട്ടിലായിട്ട് ഒഴിച്ച് വെച്ചിട്ട് എന്തായാലും കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ ഇഡലിയൊക്കെ വേവാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ട് നേരെ വന്നതാ ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം, അടുപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, എന്നിട്ട് അവിടെ വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അത്രയും നല്ല കംഫർട്ടായിട്ടൊരു അടുപ്പാണ്. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ ഇന്നലെ പോയപ്പോൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അടുപ്പ്, കാരണം ഇരുമ്പിൻ്റെ അതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് പറഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ടോ. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ്ങുമാണ്, അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല ഇരുമ്പുമാണ്, അതുപോലെ തന്നെ നല്ല ബലവും കൂടി ഉണ്ട് കേട്ടോ. അത്രയും നല്ല കട്ടിയുള്ളതാണല്ലോ. അപ്പോൾ ആ ഒരു വെയിറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ കയ്യിലെടുക്കുമ്പോഴായാലും നല്ല വെയിറ്റ് ഉണ്ട്. കുറേ നേരം നമുക്ക് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിടിച്ചേക്കാൻ പറ്റില്ല, നല്ല വെയിറ്റുള്ളതാണ്. അപ്പോൾ കുറച്ച് വിറകിൽ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ പാകം ചെയ്തെടുക്കാനും കൂടി പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ചട്ടിയൊക്കെ വെച്ച് കൊടുക്കുമ്പോഴായാലും ഒരുപാട് ഭാഗം അങ്ങനെ കരി പിടിച്ച് അങ്ങനെ നാശാവും കൂടി ഇല്ല കേട്ടോ. കാരണം ആ ഒരു കറക്റ്റ് ആ ഒരു റൗണ്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപാട് ഉള്ളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം ഫുള്ള് കരി പിടിക്കുള്ളൂ. പക്ഷേ ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ നമുക്ക് പുറത്തേക്ക് പോകുകയാണെങ്കിൽ എങ്ങോട്ടെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ ആയാലും നമുക്ക് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഇതുപോലെ എടുത്തുകൊണ്ട് നടന്ന് കുക്ക് ചെയ്യാനും കൂടി പറ്റും. പിന്നെ നമുക്ക് നേരെ ഒരു പാചകം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഓൾറെഡി നന്നായിട്ട് തന്നെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതൊക്കെ എന്തായാലും ഞാൻ വഴിയെ കാണിച്ചു തരാം. അതേപോലെ തന്നെ നമ്മുടെ ഗ്യാസ് കിട്ടാനുമില്ല, അതേപോലെ തന്നെ ഉള്ള ഗ്യാസിനാണെങ്കിൽ നല്ല വിലയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇനി ചിലപ്പോഴൊക്കെ ചിലരുടെ വീട്ടിലൊന്നും ഓൾറെഡി അടുപ്പ് കെട്ടാത്ത വീടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇതേപോലത്തെ ഒരു അടുപ്പ് നിങ്ങൾക്ക് വാങ്ങി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരുപാട് വിറകിടേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറിയൊരു കുഴിയുള്ളതുകൊണ്ട് നമുക്ക് കുറഞ്ഞ വിറകിൽ തന്നെ നന്നായിട്ട് തന്നെ പെട്ടെന്ന് പാകം ചെയ്തെടുക്കാനും കൂടി പറ്റും. പിന്നെ ഇതേപോലത്തെ അടുപ്പ് നമ്മൾ പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലൊക്കെ പുക പിടിക്കുന്നുള്ളൊരു പ്രശ്നവും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുപ്പൊക്കെ കാണിച്ചിട്ട് ഞാൻ ഈ പരതിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കേണ്ടാവുക. അത് വേറൊന്നുമല്ല കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ പച്ചമുളകിൻ്റെ തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാ പച്ചമുളകും നന്നായിട്ട് കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മണ്ണിലേക്കൊക്കെ മുട്ടി കിടക്കുന്ന രീതിയിലാട്ടോ ഓരോ തൈകളും കായുള്ളപ്പോൾ നല്ല കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. പിന്നെ വെയിൽ, നല്ല വെയിലാട്ടോ. സൂര്യനിങ്ങനെ എന്താ പറയുക കുത്തി ജ്വലിച്ച് നിൽക്കുന്ന അത്രയും വെയിലാണ്. ഒരു മഴ പെയ്തിരുന്നെങ്കിൽ ഒരു ചൂടിന് ചെറിയൊരു ആശ്വാസം കിട്ടുന്ന പറയട്ടെ. കാരണം നല്ലൊരു മഴയൊന്ന് പെയ്തിരിക്കും മണ്ണൊക്കെ ഒന്ന് തണുത്ത് നല്ലൊരു അടിപൊളി ആയേനെ. അതേപോലെ തന്നെ ഗൈസ് ഇനി നമുക്കൊരു സംഭവം കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട്. അത് വേറെ തന്നെ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മെലസ്റ്റോമയൊക്കെ നന്നായിട്ട് തന്നെ വേര് പിടിപ്പിച്ചെടുക്കുന്ന 2 രീതിയിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. വെയിൽ ഒരു രക്ഷയില്ല, നമുക്ക് കുറച്ച് അങ്ങടേക്ക് മാറിയേക്കാം. ഇനി ഏതൊക്കെ രീതി ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുവരെ വേര് പിടിപ്പിച്ചെടുക്കാൻ നമ്മുടെ മെലസ്റ്റോമയുടെ കമ്പുകളിലൊന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതാ എന്തായാലും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തോളൂ. കാരണം എന്തായാലും അതിൻ്റെ ലൈവ് റിസൾട്ട് തന്നെയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മെലസ്റ്റോമ എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നിറച്ച് പൂത്തുലഞ്ഞ് നിൽക്കുക കേട്ടോ. ഒരുപാട് മുട്ടുമുണ്ട്, പൂവിൻ്റെ ഇരട്ടി മുട്ടായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒരുപാട് ഹൈറ്റൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്തായാലും നല്ല അടിപൊളിയായിട്ട് കേട്ടോ ഒരു ഉള്ള ഹൈറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. കാരണം അത്രയും പൂവും മുട്ടുമായിട്ടാണ് അങ്ങനെ പൂത്തുള്ളി നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഞാൻ അതിൻ്റെ ഒരു ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. കാരണം അത് നമുക്ക് ഒറ്റൊരു വീഡിയോയിലൂടെ, അതായത് ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ടൊക്കെ മനസ്സിലാവില്ല. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് ഇതിൽ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതാട്ടോ ഗൈസ് നമ്മുടെ ഒരു ലൈവ് റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ചെറിയ കുനാന്നുള്ള വേരുകൾ ഒത്തിരി ആയിട്ട് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബൗൾ നമ്മൾ, അതായത് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്യുന്ന ഒരു ബൗൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ല ബെനിഫിറ്റ് ആട്ടോ. നമുക്ക് ഏതിൽ വേണമെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ വെച്ച് കൊടുക്കാനും പറ്റും. അതിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ ഇതേപോലെ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും കൂടി പറ്റും. അതായത് മണ്ണിൽ നിന്ന് ഒരു 1/4 ഭാഗം മേളിലേക്കുള്ള ഒരു ഹൈറ്റിലാട്ടോ നമ്മൾ ഈ ഒരു സംഭവം സെറ്റ് ചെയ്ത് കൊടുത്തുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൂടുതലായിട്ട് ചകിരിച്ചോറ്, അതേപോലെ തന്നെ നമ്മുടെ പോട്ടിംഗ് മിക്സർ, പിന്നെ നമ്മുടെ കുറച്ച് വളങ്ങളൊക്കെ ആട്ടോ, അതായത് ഒരു പ്രത്യേകതരം വളങ്ങളൊക്കെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടുണ്ടോ. കാരണം അത്രയും നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് ഒരുപാട് വേരുകളാട്ടോ അതിൽ ഉണ്ടായി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറിയ മുളകളൊക്കെ എടുത്ത താഴേക്കൊക്കെ വളർന്ന് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്.
ഇപ്പോൾ ആ വേരൊക്കെ വന്ന് സെറ്റായി നിൽക്കുന്നുണ്ടല്ലോ ആ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്, അതായത് അതിൻ്റെ ആ ഒരു നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തുള്ള ഒരു ബൗൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് താഴേക്ക് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് പോട്ടി മിക്സറൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നല്ലൊരു, ഇനിയിപ്പോൾ ഡയറക്റ്റ് മണ്ണിലേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു മണ്ണിൽ കുറച്ച് ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ചുകൂടി ഒന്ന് വളക്കൂറുള്ളതാക്കിയതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് അതിലേക്ക് നട്ടു കൊടുക്കാം. കാരണം ഇത് അത്യാവശ്യം നല്ലൊരു ഹൈറ്റുള്ള കമ്പുകൂടി അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹൈറ്റുള്ളൊരു തൈയെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും കൂടി പറ്റും. പിന്നെ ഇതിലൊക്കെ ആയാലും ഒരുപാട് മുട്ടും അതുപോലെ തന്നെ പൂക്കൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു നടുന്നൊരു സ്റ്റേജ് തൊട്ട് പിന്നെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇതേപോലെ നിറച്ച് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് നിൽക്കാനും കൂടി ഹെൽപ്പ് കിട്ടും. അപ്പോൾ എന്തായാലും എന്താ ട്രിക്ക് കാര്യങ്ങളൊക്കെ എന്തായാലും വഴിയേ ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു പൂമരം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വീട്ടുമുറ്റത്ത് ഇങ്ങനെ നിറഞ്ഞിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കാണാനും ഒരു രസമാണ്. പിന്നെ നമുക്കത് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഈ രാവിലെയൊക്കെ എണീച്ച് വരുമ്പോഴേക്കും ഒരു മഞ്ഞ് തുള്ളികളൊക്കെ ഇട്ട് നല്ലൊരു ഭംഗിയാട്ടോ. പിന്നെ നമ്മുടെ അന്നത്തെ ഒരു ദിവസം തന്നെ ഇത് കണ്ടുകൊണ്ടിരുമ്പോൾ ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ്സിന്. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. എന്നാലും നിങ്ങൾക്ക് അത് ചെയ്യുമ്പോൾ ഒരു കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ കിട്ടുള്ളൂ. അതേപോലെ തന്നെ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് സക്സസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. പിന്നെ ഈ ഒരു ഏരിയയിലാണല്ലോ നമ്മുടെ വള്ളിപ്പയറിൻ്റെ വിത്തുകളൊക്കെ നമ്മൾ നട്ടു കൊടുത്തുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാ വിത്തും അന്ന് നമ്മൾ കാണിച്ച ടൈമിൽ ചിലതൊക്കെ 1-2 ഇടയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് മുളച്ച് കുറച്ചുകൂടി ഒന്ന് വലുതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറച്ചൊരു എന്താ പറയുക 4-5 ഇല പരുവത്തിലായി നിൽക്കുന്നുണ്ട് കേട്ടോ ചിലതിലൊക്കെ. ഇതൊക്കെ നോക്കി ഈ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ എന്തായാലും അധികം വൈകാതെ നല്ല അടിപൊളിയായിട്ടുള്ള റിസൾട്ട് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം നല്ലൊരു വളക്കൂറുള്ള ഒരു മണ്ണിലാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളതായാലും അതുപോലെ തന്നെ ഈ ഒരു വള്ളിപ്പയറിൻ്റെ വിത്തായാലും നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള വിത്ത് നോക്കിയിട്ടാട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഒരു വിത്ത് പോലും നഷ്ടപ്പെട്ട് പോകാതെ എല്ലാ വിത്തും നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഉഷാറായിട്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലും നിൽക്കട്ടെ കേട്ടോ. നമ്മൾ ഒരുപാട് വള്ളിപ്പയറിൻ്റെ വിത്തുകൾ ഈ ഒരു ഏരിയയിൽ തന്നെ നട്ടു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടായി തുടങ്ങി പിന്നെ നമുക്ക് ഒരുപാട് നാളത്തേക്ക് കായ് ഉണ്ടാവും കേട്ടോ. പയർ പൊട്ടിച്ചെടുക്കാനായിട്ടുണ്ടാകും. എന്തായാലും ഇതിന് പന്തൽ ഇട്ട് കൊടുക്കാനൊക്കെ ഉണ്ടാവും. എന്നാലും കുറച്ചുകൂടി ഒന്ന് സൈസൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് പന്തലിട്ട് കൊടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇത് രാവിലെ ആയാലും നമ്മൾ നന്നായിട്ട് സ്പ്രിംഗ് വെയറൊക്കെ ഇട്ട് കൊടുത്താൽ കേട്ടോ കുറച്ച് നേരം. പിന്നെ ഇനി നമുക്ക് വൈകുന്നേരം ഇട്ട് കൊടുത്താൽ മതി. കാരണം 2 നേരമാണല്ലോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വെയിൽ എന്ന് പറയുമ്പോൾ നല്ല പൊള്ളുന്ന വെയിൽ, അതുകൊണ്ട് 2 നേരം എന്തായാലും മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈകുന്നേരം ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരുപാട് പൂക്കൾ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. കാരണം ഒത്തിരി ഉണ്ട്. ഈ ഒരു സീസൺ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ പൂത്തുലഞ്ഞിട്ടാണ് നിൽക്കുക. ഒരു കോളാമ്പിയുടെ ഒക്കെ ഒരു വലുപ്പത്തിലാട്ടോ നല്ല സൈസും കൂടിയുള്ള പൂക്കളാണ്. ഈ ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ ഈ ഒരു കളറും കൂടി ആകുമ്പോൾ ഒരു വൈറ്റും അതേപോലെ തന്നെ ഒരു ലൈറ്റ് റോസ് പോലെയൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാട്ടോ കാണാനായിട്ട്. പിന്നെ ഞാനാണെങ്കിൽ ഇതാ നമ്മുടെ ആവണിക്കുട്ടീനെ ഇപ്പോൾ അംഗൻവാടിയിലാക്കിയിട്ട് വന്നിട്ട് നേരെ ഗാർഡനിലേക്ക് ഇപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അപ്പോൾ എന്തായാലും സേഫ് ആയിട്ടിരിക്കൂ.